മലയാറ്റൂർ രാമകൃഷ്ണൻ, നിങ്ങൾ പലരും ഈ പേര് സുപരിചിതമായി കേട്ട് കാണും. മലയാറ്റൂർ രാമകൃഷ്ണൻ അയ്യരാണ്. അദ്ദേഹം നമ്മുടെ നടൻ ജയറാമിൻ്റെ ബന്ധുവാണ്. മലയാറ്റൂരിൻ്റെ ബന്ധുവാണ് ജയറാം എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു, പ്രശസ്ത എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യന്ത്രം എന്ന നോവൽ വായിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. അപ്പം യന്ത്രം, സർക്കാർ സർവീസ്, ബ്യൂറോക്രസി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ നോവലിലൂടെ അറിയാം. എനിക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളായിരുന്നു മലയാറ്റൂർ. അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു പുസ്തകത്തിൻ്റെ അവതാരിക എഴുതി തന്നപ്പം എന്നെ ഒരു മകനെ പോലെയൊക്കെയാണെന്ന് എഴുതിയ അവതാരിക DC ബുക്സ് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് നേരെ. അവസാനം ഞാൻ മലയാറ്റൂരിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം എഴുതി ഒപ്പുവാങ്ങി കൊണ്ടു കൊടുക്കേണ്ടി വന്നു അവർക്ക് വിശ്വസിക്കാൻ. അത്ര അടുപ്പം എന്നോട് കാണിച്ചിരുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പല നോവലുകളും റേഡിയോയിലേക്ക് രൂപാന്തരം ചെയ്യാൻ ഞാൻ കാരണമായിട്ടുണ്ട്. ദ്വന്ദ്വയുദ്ധം പോലുള്ള അദ്ദേഹത്തിൻ്റെ പരമ്പരകളൊക്കെ റേഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ബന്ധമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ശക്തമായ നിലപാടുകൾക്ക് പേരുകേട്ട ആളായിരുന്നു മലയാറ്റൂർ. മലയാറ്റൂർ ജില്ലാ കളക്ടറായിരിക്കുന്ന ഒരു സമയം പൊതു താല്പര്യത്തിന് വിരുദ്ധമായ ഒരു ഭൂമി ഇടപാടിന് അംഗീകാരം കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി. ഒരു ജില്ലാ കളക്ടറുടെ ജീവിതത്തിൽ അതൊക്കെ സാധാരണ സംഭവമാണ്. എന്നാൽ ഈ ഭീഷണികൾ കടുത്തു വന്നു. നിരന്തരമായി ഫോൺ വിളികൾ, സമ്മർദ്ദങ്ങൾ, അങ്ങനെ പോയി ഓരോ ദിനവും. പല രാത്രികളിലും മലയാറ്റൂരുമായി ഇത്തരം സംഘർഷത്തിൽ നേതാക്കന്മാർ ഇടപെട്ടു. പക്ഷേ ഈ ഭീഷണികൾക്കൊന്നും അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹത്തിന് ഭീഷണിക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആകർഷകമായ പല വാഗ്ദാനങ്ങളും കൊടുത്തു. നിങ്ങളെ മലയാറ്റൂരിനെ വേണമെങ്കിൽ ഞങ്ങൾ കൊമ്പത്തിരുത്താം, അങ്ങനെ പല പല വാഗ്ദാനങ്ങൾ. പക്ഷേ സർഗതനായ മലയാറ്റൂർ അതൊക്കെ നിരസിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല മലയാറ്റൂർ ഇതിനൊന്നും വഴങ്ങിയതുമില്ല. നിർദ്ദിഷ്ട ഭൂമി ഇടപാട് നിരവധി ദരിദ്ര കുടുംബങ്ങളെ കുടിയിറക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഫയലിൽ ഒപ്പിടാൻ അദ്ദേഹം വിസമ്മതിച്ചു. തൻ്റെ കരിയറിൽ ഇത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മലയാറ്റൂരിന് അറിയാം. കാര്യം വിളിക്കുന്നവരൊക്കെ കൊമ്പത്തെ ആളുകളാണ്. അവർക്ക് തൻ്റെ തലയിലെഴുത്ത് തീരുമാനിക്കാനുള്ള അവകാശമുള്ളവരാണ് എന്ന തിരിച്ചറിവോടെ മലയാറ്റൂർ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഭരണ പ്രശ്നത്തിൽ തൻ്റെ നിലപാട് അവർക്ക് അനുകൂലമായിരിക്കും, അധ്വാനിക്കുന്നവൻ്റെ കൂടെയാകും തൻ്റെ മനസ്സ് എന്നായിരുന്നു മലയാറ്റൂരിൻ്റെ ധീരമായ നിലപാട്. വഞ്ചനാപരമായ ഒരു പ്രവർത്തനത്തിനും ഞാൻ പങ്കാളിയാകില്ല എന്ന് മലയാറ്റൂർ പരസ്യമായി പ്രഖ്യാപിച്ചു കളഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ വിജയിച്ചു. ഭൂമി ഇടപാട് എന്നേക്കുമായി റദ്ദാക്കപ്പെട്ടു. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാറ്റൂർ എടുത്ത നിലപാട് വിജയിച്ചു. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, അതായത് നമുക്ക് സമ്മർദ്ദങ്ങൾ ഏറി വരുന്ന സാഹചര്യങ്ങളിൽ പോലും സത്യസന്ധതയും ധൈര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സമയങ്ങളിൽ അപകട സാധ്യതകൾ വരാം. സമ്മർദ്ദങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പോലും വെല്ലുവിളി ഉയർന്നുവെന്ന് വരാം. എന്നിരുന്നാലും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, നീതി ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളിൽ നിന്ന് നാം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ പാടില്ല. വ്യക്തിപരമായ നേട്ടത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിലോ അതിലൊന്നും വഴിപ്പെടാതെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ മഹിമയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കണം. സമ്മർദ്ദങ്ങൾക്കല്ല വഴിപ്പെടേണ്ടത്, ജനങ്ങളുടെ താല്പര്യത്തിനാണ് വഴിപ്പെടേണ്ടത്. ജനങ്ങളോടായിരിക്കണം പക്ഷപാതം. ഇതാണ് മലയാറ്റൂരിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുന്നത്.